ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ കൊടികളും ബാനറുകളും ഉപയോഗിച്ച് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അതേസമയം എന്ത് സംഭവിച്ചാലും ഭക്ഷണ വിതരണം തുടരുമെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചൊക്കെ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന പൊതിച്ചോർ പദ്ധതി, അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണാത്തിടത്തോളം ഇത് വലിയൊരു പോരിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പല്ലേ? പക്ഷെ ഇതിൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? റോഷ്നി, ശ്രുതി പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വലിയ വിവാദമായി മാറുന്നു എന്നുള്ളതാണ്. ഇതിലൊരു പ്രശ്നം പൊളിറ്റിക്കൽ ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കെ മുരളീധരനെയും അതുപോലെ തന്നെ UDF സർക്കാരിനെയും ബുദ്ധിമുട്ടിക്കുന്നത് അതായിരിക്കണം. നമുക്കറിയാവുന്നതുപോലെ ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്ന ഈ പൊതിച്ചോറ് അത് ഒരുപാട് പേർക്ക് പ്രയോജനമാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും രീതിയിലുള്ള സൗജന്യ ഭക്ഷണം എന്ന നിലയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ആശുപത്രികളിൽ എത്തുന്ന കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ, അവർക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഭക്ഷണം എന്നുള്ളത്, അത്ര നല്ല ഭക്ഷണം കിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇവർ പോയി ശേഖരിച്ച് ഈ രീതിയിൽ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ സർക്കാർ അതിനകത്ത് കാണുന്നത് അതിൽ ബാനറും കൊടിയും വെച്ചുകൂടാ എന്നുള്ളതാണ് പ്രധാനമായും കാണുന്നത്. ഇത് ലക്ഷ്യം വെക്കുന്നത് ഡിവൈഎഫ്ഐയെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആലപ്പുഴയിലാണ് ഇതിന്റെ തുടക്കം. അതൊരു കമ്മ്യൂണിറ്റി കിച്ചനാക്കി മാറ്റിക്കൊണ്ട് എല്ലാവരും കൊണ്ടുവരുന്ന ഭക്ഷണം അവിടെ വെച്ച് ഒന്നിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ആലപ്പുഴയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആലപ്പുഴയിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് പോലെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ പൊതിച്ചോറ് വിതരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഡിവൈഎഫ്ഐ തീരുമാനിക്കുക. പക്ഷെ അവർ അതിനൊരു പകരം സംവിധാനം കാണുകയുമുണ്ട്. എന്തായാലും ഇത്ര വലിയ ഒരു സംവിധാനം, ഒരു ദിവസം പോലും ഇടതടവില്ലാതെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വിതരണം ചെയ്യുന്ന ഈ ഒരു സംവിധാനം, അത് ആശുപത്രിക്ക് പുറത്തേക്കെങ്ങാനും മാറ്റാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് വിതരണം ചെയ്യാനോ ആയിരിക്കും ഡിവൈഎഫ്ഐ ശ്രമിക്കുക. എന്തായാലും അവർ കമ്മ്യൂണിറ്റി കിച്ചന്റെ ഭാഗമായി മാറാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ള പരിശോധന സംഘടന നടത്തിയതിനു ശേഷമായിരിക്കും അതൊരു അഭിപ്രായം ഉണ്ടാവുക. എന്തായാലും ഇതൊരു ക്രെഡിറ്റ് അടിക്കേണ്ട വിഷയമല്ല ഈ പൊതിച്ചോർ വിതരണം. അതുകൊണ്ട് ബാനറും കൊടിയും വേണ്ട എന്ന സർക്കാർ നിലപാട്, ആരോഗ്യവകുപ്പിന്റെ നിലപാട്, അത് വരും നാളുകളിൽ വലിയ ചർച്ചയാവുകയും ചെയ്യും. ശ്രുതി, റോഷ്നി. ടി വി പ്രസാദ് പറഞ്ഞതുപോലെ പൊതിച്ചോറിൽ വിവാദം കൂടുതൽ കൊഴുക്കുകയാണ്. ഇതിലിപ്പോൾ ആരോഗ്യവകുപ്പ് ഏറ്റവും ഒടുവിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും നിർണായകം.